ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ലെക്ചർ നമ്പർ 4. കഴിഞ്ഞ വീഡിയോയിൽ നാം HCF വെച്ചുള്ള 3 പ്രോബ്ലംസ് സോൾവ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 3 നമ്പറുകൾ 197, 309, 421. ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ. എന്നാൽ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ നാം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലെല്ലാം റിമൈൻഡർ 0 ആയിരുന്നു. റിമൈൻഡർ 0 വരുന്ന കണ്ടീഷനിൽ നാം ഡയറക്റ്റ് HCF എടുത്ത് അതിൻ്റെ ആൻസറായിട്ട് എഴുതുകയായിരുന്നു. എന്നാൽ ഈ ക്വസ്റ്റ്യൻ അല്പം വ്യത്യാസമാണ്. റിമൈൻഡർ 0 അല്ല, റിമൈൻഡർ 1 വരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 421 മൈനസ് 1. 196, 308, അതുപോലെ തന്നെ 420. ഇനി ഈ നമ്പറുകളുടെ HCF ആണ് ഇതിൻ്റെ ആൻസർ. HCF ഓഫ് 308 420. ഈ നമ്പറുകളുടെ HCF എന്ന് പറഞ്ഞാൽ 28 ആണ്. 28 ആണ് ഈ നമ്പറിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അതായത് 28 കൊണ്ട് ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 3 നമ്പറുകളെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 ലഭിക്കും. ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ സെയിം ക്വസ്റ്റ്യനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിമൈൻഡർ 2 കിട്ടും എന്നാണ്. ഇവിടെ ചെയ്യേണ്ടത് 137 മൈനസ് റിമൈൻഡർ 2 ആയതുകൊണ്ട് 2 മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ 182 മൈനസ് 2, 422 മൈനസ് 2. നൂറ്റി 135, 180, 420. ഈ നമ്പറുകളുടെ HCF എടുക്കുക. അതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഞാൻ HCFൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് മെത്തേഡിനേക്കാൾ നല്ലത് നാം സ്കൂളുകളിൽ പഠിച്ച മെത്തേഡാണ്. അതുകൊണ്ട് അതും നാം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 135, 180, 420. ഈ 3 നമ്പറുകളെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 135നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27, 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36, 420നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 84. ഇനി ഈ 3 നമ്പറുകളെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിലിറ്റി ചെക്കൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. നാം പഠിച്ചിട്ടില്ലെങ്കിൽ ഡിവിസിബിലിറ്റി ചെക്കിൻ്റെ 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12, 84നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8, 28. ഇനി ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ 5 × 3 ആണ്. 5 × 3 = 15.
ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 15 അതായത് 15 കൊണ്ട് ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 ലഭിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടൈപ്പിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 3 നമ്പറുകളാണ് 344, 422, അതുപോലെ തന്നെ 572. എന്നാൽ ഇവിടെയുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യനും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലാക്സ് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. 23 ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 23 ഡിവൈഡഡ് ബൈ 5 I 4 20 ശിഷ്ടം 3 കിട്ടി. ഈ 3നെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് റിമൈൻഡറായിട്ട് റിമൈൻഡർ 3 എന്ന് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ലാക്സ് 2, അതായത് ഈ നമ്പറിൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ റിമൈനർ ഇല്ലാതെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പറിനെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഈ ലാക്സ് ലഭിക്കുന്നത് ഈ 5-ൽ നിന്ന് ഈ 3 മൈനസ് ചെയ്യുമ്പോഴാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ വീഡിയോകളിൽ റിമൈൻഡർ തന്നതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് റിമൈൻഡർ മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ലാക്സ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നിരിക്കുന്ന നമ്പറിലൂടെ ലാക്സ് ആഡ് ചെയ്യണം. അതായത് 344 പ്ലസ് 7, രണ്ടാമത്തെ നമ്പർ 422 പ്ലസ് 7, മൂന്നാമത്തെ നമ്പർ 578 പ്ലസ് 7 ഈക്വൽ ടു 351, 429, അതുപോലെ തന്നെ 585. ഈ 3 നമ്പറുകളുടെയും HCF എടുത്താൽ അതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല. നിങ്ങളിതിൻ്റെ HCF ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.